റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ പണിഷ്മെന്റ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ കൈപ്പൊക്കുന്ന ടീച്ചേഴ്സിന് മാത്രമല്ല, പാരന്റ്സിന് കൂടിയുള്ളതാണ് ഈ രീതി. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ രണ്ട് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ഒന്ന് അവരുടെ ബിഹേവിയറിനെ ഇന്റേണലൈസ് ചെയ്തുകൊണ്ട്, മറ്റേത് അവരെ എക്സ്റ്റേണലൈസ് ചെയ്തുകൊണ്ട്. അതായത് എക്സ്റ്റേണലൈസിങ് ബിഹേവിയർ എന്നാൽ പുറത്തേക്ക് അത് കാണിക്കുന്ന രീതിയിൽ ഭയങ്കരമായ ദേഷ്യം, അഗ്രഷൻ, ഇറിറ്റബിലിറ്റി, മറ്റുള്ളവരുമായി പ്രശ്നത്തിലാവുക, ഡിഫൻസീവ് ആവുക, ഇങ്ങനെയല്ല. ഇനി ഇന്റേണലൈസിങ് ബിഹേവിയർ എന്നാൽ അവരുടെ വേദനകളും വികാരങ്ങളും പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ഉള്ളിലേക്ക് ഒതുക്കുക. അവർ ഭയങ്കര സൈലന്റ് ആയി മാറും, പേടിയുള്ളവരായി മാറും, സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും, അല്ലെങ്കിൽ അവരോട് ഒരാൾ എത്ര മോശമായി പെരുമാറിയാലും അത് സഹിച്ചു അവിടെ നിൽക്കാനായി ശീലിക്കും. മാത്രമല്ല, തനിക്കൊന്നും തിരിച്ചു ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ഈ സിറ്റുവേഷനിൽ പവർലെസ് ആണ് എന്ന് തുടർച്ചയായി ഫീൽ ചെയ്യുമ്പോഴും ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നൊരവസ്ഥയിലേക്ക് അവർ മാറാം. പിന്നീട് അവർ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനോ ആ സിറ്റുവേഷനെ മാറ്റാനോ ശ്രമിക്കില്ല. ഒരു പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ വന്നാൽ പോലും.